ആന ആന കണ്ടോ? നമ്മളൊരു വാച്ച് ടവറിന്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുവാണ്. ഓണായിട്ടേ ഉള്ളൂ. മഴയൊക്കെ മാറി ചെറിയ രീതിയിൽ കോടമഞ്ഞുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ ചെറിയൊരു കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ കൂടെ നമ്മുടെ അനിലും ഉണ്ട്. നല്ല കോഫിയല്ലേ? കോഫിന്നല്ലേ നീ പറഞ്ഞത്? കോഫിയാണോ? അടിപൊളിയാണോ? ഇങ്ങനത്തെ ഗ്ലാസ്സിലാണ് ഇതൊക്കെ കിട്ടുന്നത്. എൻ്റെ പുറകെ കണ്ടില്ല, മൊത്തം കോടമഞ്ഞ് കയറി ഇങ്ങനെ മൂടി നിൽക്കുക കേട്ടോ. ഈ തൈലത്തോട്ടം മൊത്തം, ഇത് തൈലത്തോട്ടമെല്ലാം മാറിപ്പോയി കോഫിത്തോട്ടം കേട്ടോ. ഈ മഞ്ഞ് തുടങ്ങിയ സമയത്ത് പെട്ടെന്നാണ് തണുപ്പും കയറിയത്, അല്ലടാ? അതെ അതെ. റോഡൊക്കെ പൊട്ടിപ്പൊളഞ്ഞ വഴിയാട്ടോ. കാറൊക്കെ ഇങ്ങനെ കഷ്ടിച്ചാണ് കയറി വരുന്നത്. ഇനി കുറച്ചും കൂടെ പോകാനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പണ്ടങ്ങാണ്ട് വന്ന വഴി കൃത്യമായിട്ട് ഓർമ്മയില്ല. പോവാം നമുക്ക്. മാപ്പൊന്നും ഇല്ല, നെറ്റ്വർക്കില്ല. ആകെ ഉള്ളത് BSNL മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് ജിയോ എയർടെൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള വ്യൂ ഉണ്ടല്ലോ, അന്യായ വ്യൂ ആട്ടോ. ഇവിടെ മൊത്തം എസ്റ്റേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു വീടുകളൊക്കെ കാണാം. അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു മല നോക്കണം. ആ മല മുകളിൽ കോടമഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ഈ ആക്ഷൻ ക്യാമറയിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ എന്നാലും അടിപൊളിയാണ്. കോടമഞ്ഞ് കണ്ടില്ല ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഇങ്ങോട്ടൊക്കെ കുറച്ച് തെളിച്ചമുണ്ട്. ഈ വഴിയാണ് നമുക്ക് നേരെ പോകാനുള്ളത്. മൊത്തം അഡ്വഞ്ചർ നിറഞ്ഞ റോഡാണ്, കുണ്ടും കുഴിയൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിൽ അയ്യോ ഒരു കുഴിയിലോട്ട് വീണതാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു അന്യായ ഒരു വാട്ടർഫാൾ ഉണ്ട്, ചെറുത്. ഇപ്പോൾ മഴയൊന്നും കാര്യമായിട്ട് പെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കാര്യമായിട്ട് അവിടെ വെള്ളം കാണുന്നില്ല. പക്ഷെ അങ്ങോട്ട് അത്രയും ദൂരത്ത് ഇത് മലനിരകളാണ്. ഇപ്പോൾ ഒരു മലനിരകളിൽ നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. എസ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന പണിക്കാരാണ് മുന്നിൽ ആ ഒരു വണ്ടിയിൽ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു നായയും കൂടെ ഉണ്ട്. കടിക്കല്ലേ എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്. ഒന്ന് വഴി മാറിയെങ്കിൽ ഞാനൊന്ന് പോയേനെ. യെസ്, പേടിക്കല്ലേ. താങ്ക് യു. നല്ല അടിപൊളി ക്യാമറ ഉണ്ടെങ്കിൽ സൂം ചെയ്തെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽ കിട്ടിയേനെ. ഇല്ലെങ്കിൽ ഒരു ഡ്രോൺ ക്യാമറ ഉണ്ടെങ്കിലും മതിയായിരുന്നു. ഇവിടെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വ്യൂ ഉണ്ട്. അയ്യോ, ആ വാട്ടർഫാൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അവർ ലെഫ്റ്റ് എടുത്ത് പോയി അല്ലേ? ഇത് മറ്റേ ഈ വാട്ടർഫാളിലോട്ട് പോകാനുള്ള വഴിയാണ്. ഇത് ഏത് കോടിക വാട്ടർഫാൾസ് അല്ലേ? പക്ഷെ ആ കാണുന്ന വാട്ടർഫാൾ അല്ല അത്, അല്ലേ? അടിപൊളിയുണ്ട്. ഈ റോഡാന്ന് തോന്നുന്നു അങ്ങോട്ട് പോകുന്നത്, അല്ലേ? ഒരു ചായക്കടയും ബാഗിൽ മഞ്ഞിലും പകുതിയോളം മുങ്ങി നിൽക്കുന്ന ആ ഒരു മലനിരകളും. ഇവിടെ നിന്ന് ഇനി ഒരുപാട് പോകാനുണ്ട്. പയ്യെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വാട്ടർഫോളൊക്കെ കണ്ട ആ ഒരു മല ലെഫ്റ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നൂഡിൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്, ചോള ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ജീപ്പിലൊക്കെ ആയിരിക്കും ഇവിടെ നിന്ന് കാറിൽ വരുന്നവരൊക്കെ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ? കണ്ടില്ലേ റോഡ്? കണ്ടോ? ഒന്ന് പിടിക്കേണ്ടി വരും കേട്ടോ. എന്താ വഴി പോലാ? എന്താ വഴി പോട്ടെ, ഞാൻ വണ്ടിയിൽ ചാടിപ്പോയത്. കൈ രണ്ട് അയ്യോ, ഓണായിട്ടേ ഉള്ളൂ. അതിനാണ് അവിടെ ക്വിക്ക് ആക്ഷൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഓൺലി 1 ക്ലിക്ക്. നിസ്സാരം, ഇതിനെക്കൊണ്ട് പറ്റും. നിസ്സാരം. ഞാൻ തന്നെ ബാക്കോട്ടാ പോണേ, അത് നീ ആലോചിക്കണം. ഇവര് കയറ്റിക്കൊണ്ട് പോകും. ഒറ്റ മൈൻഡ്. സാധാരണ ഇവിടെ എല്ലാവരും ഇവിടെയാണ് ലാസ്റ്റായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത്. പക്ഷെ നീ മനസ്സ് വെച്ചാൽ നമുക്ക് ഈ കയറ്റാം.
അങ്ങനെ നമ്മുടെ ഒരു ബൊലോറോ കയറി വരുന്നുണ്ട്. അത് 4x4 ആണോ അറിയത്തില്ല. നിനക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റുമോടാ? ബൈക്കൊക്കെ കഷ്ടിച്ചാണ് കയറി പോകുന്നത്. ഈ വണ്ടിക്ക് സീനില്ല. ആ അതെ. ഇവിടെ നമ്മുടെ RTX 300 ഒരെണ്ണം കയറി വരുന്നുണ്ട്. ഒരു വണ്ടി അവിടെ റിവേഴ്സ് വരുന്നുണ്ടല്ലോ. ചെരിപ്പൊന്നും ഇടാണ്ടാണ് ആ റൈഡർ വണ്ടി എടുത്തേക്കണത്. കണ്ടില്ലേ, ഷാർപ്പ് കല്ലൊക്കെ ഉണ്ടോ, കാല് കീറി പോകാനുള്ള സാധ്യതയുണ്ട്. അത് പുഷ്പം വരെ കയറിപ്പോയി, കുഴപ്പമില്ല. ഓഫ് റോഡൊക്കെ അത്യാവശ്യം പോവാം RTX 300. അടുത്ത അവന്മാർ കയറുമോ? സ്കൂട്ടർ കയറ്റാൻ എനിക്ക് കുറച്ച് ധൈര്യം കുറവുണ്ട് കേട്ടോ. കാരണം കയറ്റുന്നതിൽ പ്രശ്നമില്ല, ബെൽറ്റോ വല്ലത് കട്ടായാലുണ്ടല്ലോ സീനാട്ടോ. ഇവിടെ എവിടെ അടുത്തൊന്നും വർക്ക്ഷോപ്പ് പോലും ഇല്ല. എന്നാലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഷാർപ്പ് കല്ലൊക്കെ ഉണ്ട് കേട്ടോ, അത് തട്ടാനാണ് സാധ്യത കൂടുതൽ. 5 മിനിറ്റ് പോകണം. ഇവിടുത്തെ ഒരു ക്ലൈമാറ്റ് കണ്ടില്ലേ, ഒരു കൂളായിട്ടുള്ളൊരു ക്ലൈമാറ്റ് ആട്ടോ. നമ്മൾ ഇത്രയും നടന്ന് കയറി വന്നാലും ഒരു കിതപ്പ് ഫീൽ ആവുന്നുണ്ടോ? ആകുന്നുണ്ടോ? ഇല്ല അല്ലേ. ഈ ചെളിയിൽ ഉരുണ്ടുരുണ്ട് വരാൻ പറ്റുമോ നിനക്ക്? ഇങ്ങോട്ട് വലിയ സീനില്ല അല്ലേ, എളുപ്പത്തിൽ പോവാം. ഇനിയൊന്നും ഇല്ലടി കാര്യം. ഞാൻ വരാത്ത സ്ഥലവും ഏതൊരു വണ്ടി കയറ്റുന്നുണ്ടല്ലോ. ഈ വണ്ടിയൊക്കെ സീനല്ല. ഇത് 4x4 അല്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ. ഈ വഴി വേണം പോകാൻ വേണ്ടി. വണ്ടികളൊക്കെ ചെളിയിൽ പൂണ്ട് വിളയാടുക. താഴെ നിന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ട്. അതാട്ടോ ഇത് നിർത്തിയത്. ചേറിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ. പക്ഷെ അങ്ങോട്ട് കുഴപ്പമില്ല, ഈ വഴി നമുക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, യൂണിക്കോണൊക്കെയാണ് കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആ, ഈ വിശപ്പിൻ്റെ ഒരു അസുഖമുള്ളതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലേ. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പല പാർട്സ് അതിൻ്റെ വീക്കായിരിക്കും. താഴെ മറ്റേ ബണ്ടാജ് വാട്ടർഫോളില്ലേ, അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കയറ്റി വിടത്തില്ല. ഇപ്പോൾ സമയമായല്ലോ, ഈവനിങ് ആയല്ലോ. അതുകൊണ്ട് ചായയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം. വേണോ? അങ്ങനെയൊന്നുമില്ല. ഇത് ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, മുകളിലുള്ള മല കണ്ടില്ലേ, രസമല്ല. ആ മുകളിൽ കാണുന്നതാണ് ഈ മലയുടെ ഒരു പോർഷൻ. ചെറിയൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം എന്താണ് ഞാൻ നിന്നെ കാണിച്ചു തരാം. കണ്ടോ? കണ്ടോ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. അയ്യോ, അവിടെ താഴെ ഇറങ്ങി പോണോ? ആ, ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ ഷാർപ്പായിട്ടൊരു എഡ്ജാണ് ഉള്ളത്. ആ, നിനക്ക് ആ മല നീ കണ്ടതായിട്ട് ഓർമ്മ? ആൾക്കാർ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, കയറിയൊക്കെ പോകും, കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഈ ക്യാമറയിൽ എത്രത്തോളം പകർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഈ ഒരു മല ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു. കോടമഞ്ഞൊക്കെ താഴെ നിന്ന് നല്ല രീതിയിൽ അടിച്ച് കയറി വരുന്നുണ്ട്. അവിടെ ഒരു പയ്യൻ നിന്നിട്ടുണ്ട്. ഡേഞ്ചറാണ്, ഷാർപ്പ് താഴോട്ട് കുഴിയാണ്, ഒറ്റയടിക്കുള്ള കുഴിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നാൽ ഈ ഒരു പോയിൻ്റൊക്കെ നമുക്ക് കാണാം. പക്ഷെ മൊത്തം കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുവാണ്. ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് നമുക്ക് ആ ഒരു മലയുടെ ബ്യൂട്ടി കാണാൻ സാധിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാലേ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ നിൽക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം കേട്ടോ. തന്നോടും കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്, സൂക്ഷിക്കണം എന്ന്. ആ, നേരെ കുഴിയാണ്. കണ്ടില്ലേ, 2 പയ്യന്മാരവിടെ പോയി എഡ്ജിൽ നിൽക്കുന്നത്. സൂക്ഷിക്കണം, കുഴി കുഴി. ഇതാണ് എഡ്ജ് പോയിന്റ്. ആൾ പേടിച്ചിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല, പേടിയൊന്നുമില്ല.
ഇവിടെ കണ്ടില്ലേ നേരായ കുഴിയാട്ടോ താഴോട്ട്. എനിക്ക് ഇത്രത്തോളം കുഴിയുണ്ട്. ഈ ക്യാമറയിൽ ഒരു പരിമിതിയുണ്ട് കാണിച്ചു തരാൻ വേണ്ടി. അവിടെ നിൽക്കാൻ നേരത്താണ് അതിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, മൊത്തം പച്ചപ്പിൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതൊരു പാറയുടെ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ നമുക്ക് അങ്ങ് ദൂരെ നിൽക്കാൻ നേരത്ത് കാണാൻ സാധിക്കും. അതായത് അടിവാരത്ത് നിൽക്കുന്ന നേരത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കും. പക്ഷേ യാതൊരു രീതിയിലുള്ള കൈവരികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അതാണ് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട്, ഒരു കൈവരിയെങ്കിൽ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം അത്യാവശ്യം നല്ല താഴ്ചയാണ്. വീണ പിന്നെ പൊടി പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പൊടികളായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും, വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഫ്ലാഗോ? ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട ഞാൻ കയറി. 10ാം ക്ലാസ്സിലല്ലേ? 10ാം ക്ലാസ്സോ? അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ വെള്ളം കുടിച്ചാ. നീ വെള്ളം കുടിച്ചില്ല വെച്ചാൽ ഞാനും കുടിച്ചില്ല. എവിടെ? 10ാം ക്ലാസ്സിൽ നിന്നെ വിട്ടു വെച്ചിട്ട് ഞാൻ കയറി പോയത്. അതൊക്കെ പോട്ടെ, നമ്മളെ ഒരു മിനിറ്റ്, നമ്മളൊരു വാച്ച് ടവറിന്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുവാണ്. ആകെയുള്ള ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ചുറ്റും വ്യൂ ആണ് കാണുന്നത്. പക്ഷെ അധികം ആൾക്കാർക്ക് ഒറ്റയടിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ചെറിയ രീതിയിൽ വെയിൽ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ. അപ്പം നമ്മളിവിടെ നിൽക്കുന്ന ആ ഒരു പാറക്കല്ല് കാണുന്നില്ലേ, ആ കല്ലിൻ്റെ മുകളിൽ കയറിയ കഥ പറഞ്ഞതാണ്. 10ാം ക്ലാസ്സിൽ കയറിയതാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട്. എത്ര 1400 സ്റ്റെപ്പ് അല്ലടാ? 1400 സ്റ്റെപ്പ് കയറിയത്. അതിൻ്റെ കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ചെറിയ രീതിയിലുള്ളൊരു വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. ആ കല്ലിൻ്റെ എഡ്ജ് കണ്ടോ നീ അവിടെ സൈഡിൽ? ഇതേ ആ കല്ല്. എന്ത് അവിടെ ഏത് ഒരു സേഫ്റ്റി ഇല്ല. അതാ ഞാൻ പറഞ്ഞേ. മഴക്കാലം കൂടെയാണ്. അത് തെന്നിക്കഴിഞ്ഞാൽ പോയി. ഒരു ഇല മതി തെന്നുന്ന. അങ്ങനെയൊക്കെ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇതിപ്പോൾ സ്റ്റാർട്ടാവുമെന്ന് നോക്കണം. സ്റ്റാർട്ടാവോ? സ്റ്റാർട്ടായിട്ട് താഴെ പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. എന്ത് താഴെ കണ്ടോ? സ്റ്റാർട്ടായി. എന്നാ ഓഫ് റോഡ് കയറ്റോ? ഞാൻ എന്തിനു കയറണ? ഞാൻ ഇല്ലാണ്ട് കയറി. പോട്ടെ, ഞാൻ മുകളിൽ കയറി നിൽക്കാം. അപ്പം പറയുന്നത് ഇവിടെ വഴിയില്ല. വഴി കാണില്ല. ഇനിയിപ്പോനുള്ള എല്ലാ സാധ്യതയുണ്ട്. പേടിയുണ്ടോടാ? ഒരുപാട്. ഞാൻ നിന്നെയും കൂട്ടിയാ ഞാൻ വീഴുന്നതിൻ്റെ എഫക്റ്റിനേക്കാളും കൂടുതൽ വീഴ്ച നിന്നെ പിടിച്ചോണ്ട് വീഴുന്നതായിരിക്കും എഫക്റ്റ് കൂട്ടുന്നത്. പാവട്ടോ, കൊമ്പനാട്ടോ, മിണ്ടാണ്ട് അങ്ങോട്ട് നിൽക്കുവാണ് അവന്. എന്തോ ഇറങ്ങാൻ വേണ്ടിയുള്ള പദ്ധതിയിലാണ്. ആർക്കൊരു ശല്യമില്ല. ശല്യമൊന്നുമില്ല, ജസ്റ്റ് മിസ്സായത് കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വന്നതാണ്. നീ അങ്ങനെ പാനിക് ചെയ്തെന്തിനാ? എനിക്ക് ഞാൻ വരും രൂപമാണ് അങ്ങനെ പാനിക്ക. നീ ഒറ്റയ്ക്ക് ബ്രേക്ക് അടിക്കാൻ ഞാൻ വീണെന്ന് വിചാരിച്ചു. അപ്പം അതും പാനിക്കാവൂല്ലേ? അതും പാനിക്കാവും. മുഖത്തോടെ ലൈറ്റ് അപ്പുറത്തേക്ക് മുഖത്ത് ഇരിക്കണ്ട. അങ്ങനെ തിരിക്കാനുള്ളതുണ്ടല്ലോ. അതൊന്നും ചെയ്യത്തില്ല. ഇതുവരെ ഉപദ്രവിച്ചതായിട്ടുള്ള കേളികളൊന്നും കേട്ടിട്ടില്ല. ഇതാരും കണ്ടില്ലേ? എത്ര സൂം ആവുന്നത്. പോയി ആയില്ല. ഇപ്പം കറക്റ്റ്. കണ്ണിലടിക്കുന്നുണ്ട്. ദേഷ്യം വരുമോ? ഇല്ല, ആ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുക. ഒരു മിനിറ്റ്, ഞാനൊന്ന് തിരിച്ചട്ടെ. അവർ വരുന്നുണ്ട്. ഒരു മിനിറ്റ് വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും പോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. ജസ്റ്റ് അങ്ങോട്ട് മുകളിൽ വേണ്ട, ശരിയില്ല.